ഇപ്പോൾ എനിക്കൊപ്പം വടകര എം പി ഷാഫി പറമ്പിൽ ചേരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ എം ടി പാലക്കാടുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കൂടുതൽ അറിയാം. എങ്ങനെയാണ് എം ടി ഈ സമയത്ത് ഓർക്കുന്നത്? നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആത്മകഥ എഴുതിയിട്ടില്ല എന്ന് പറയുമ്പോഴും ജീവിതത്തിൻ്റെ അംശങ്ങൾ മുഴുവൻ കഥാപാത്രങ്ങളിലൂടെ ലോകത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം പാലക്കാടും തൃത്താലയും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലും ഒക്കെ പിന്നെ ഉള്ള ഓരോ ഇടവഴികളും ലോകത്തിന് പരിചയപ്പെടുത്തിയ ആളാണ്. അപ്പം ഞങ്ങൾക്കിപ്പോൾ ആലോചിക്കുമ്പം വളരെ സമ്പൂർണമായിട്ടുള്ളൊരു ജീവിതമല്ലേ ഈ 7 പതിറ്റാണ്ട് കാലം ഒരു വസന്തമായിരുന്നു. ആ വസന്തം മലയാളി അനുഭവിച്ചത് ഈ 2 അക്ഷരത്തിൻ്റെ പേരിലാണെന്നുള്ള കാര്യം ഷാഫിനെ സംബന്ധിച്ച് പറയാൻ പാലക്കാടാണ്. വൈകാരികമായ ഒരു അടുപ്പം കൂടി ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞത് ആ അതിർത്തികൾക്കെല്ലാം അപ്പുറത്തേക്ക് ഞാൻ ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മളെ ലോകത്തിന് നമ്മളോടുള്ള വൈകാരിക അടുപ്പത്തിൻ്റെ കാരണക്കാരനാണ്. നമ്മുടെ പ്രാദേശികതയും നമ്മുടെ ഇടവഴികളും നമ്മുടെ നാട്ടുവഴികൾക്കൊക്കെ അപ്പുറത്തേക്ക് ലോകത്തിന് നമ്മളുമായിട്ടുള്ള വൈകാരിക അടുപ്പത്തിന് കാരണക്കാരനായിട്ടുള്ള ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഒരു റിഗ്രറ്റ് ഖേദത്തോടെ ഇനി ഓർക്കാൻ ഒരു കാര്യം മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. പക്ഷേ 2-ാം ഊഴം സിനിമയായി കാണാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് സിനിമയായി കാണണമെന്നായിരുന്നല്ലോ. അപ്പോൾ അതും കൂടെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബം അല്ലെങ്കിൽ മകൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളും കൂടെ ചേരിക്കും. വേറെ ഒന്നും പറയും ഇനി ഒരു മലയാളിക്ക് ഇതിൽ കൂടുതൽ ഈ നാടിനെ സ്വാധീനിക്കാൻ ഇനിയില്ല. പാലക്കാട് നാട്ടിലെ വഴികൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ എം ടിയുടെ കഥകളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശരിക്കും അക്ഷരങ്ങളാണെങ്കിലും അത് ചലിക്കുന്ന ദൃശ്യങ്ങളെപ്പോലെ അനുഭവപ്പെടുന്ന തരത്തിലാണത് വരച്ചു വെച്ചിരിക്കുന്നത്. ശരിക്കൊരു സിനിമയാക്കേണ്ട കാര്യമില്ലാത്ത തരത്തിൽ ആ വായനയിലൂടെ തന്നെ ആ ദൃശ്യങ്ങൾ ആളുകളുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യമാണ്. പാലക്കാടിന് മാത്രമല്ല, വിക്ടോറിയൻ കാലവും അധ്യാപന കാലവും അങ്ങനെ ഒരുപാട് കാലം പിന്നെ പാലക്കാടിന് ഓർക്കാനുണ്ട്. സിനിമ ചരിത്രമല്ലേ, ആവേശത്തോടെ അല്ലാതെ നമുക്ക് ഓരോ ദൃശ്യങ്ങളും നമുക്കെടുത്ത് കാണാം. ഇപ്പം മമ്മൂട്ടി അവസാനം അത് എഴുതിയ കുറിപ്പ് പോലെ അന്ന് വീഴാൻ പോയപ്പോൾ നെഞ്ചിലെ തല ചായച്ച് വെച്ചെന്ന് കുറിപ്പ് പോലെ ഞാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പിന്നെ സൃഷ്ടിയുടെ പേര് കൊണ്ട് തന്നെ നമുക്കതിനറിയാം. എല്ലാ കാലത്തെയും അതിജീവിച്ച സൃഷ്ടികളുടെ ദേവൻ നായരെ കുറിച്ച് 100 കാര്യങ്ങൾ പറയാൻ ഈ ഭൂമുഖത്തിൻ്റെ പല ഭാഗങ്ങളിലായി നിരവധി പേരുണ്ട്. എം ടി വാസുദേവൻ നായരുടെ വിയോഗം നമ്മളെല്ലാം സംബന്ധിച്ചത് വ്യക്തിപരമായ ഒരു വിയോഗമായി, നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു വിയോഗമായി തോന്നുന്നത് അത്രമാത്രം നമ്മുടെ ജീവിതവുമായി എം ടിയുടെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും എം ടി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള കലാലോകവും നമ്മളോട് ഇഴചേർന്ന് നിൽക്കുന്ന നമ്മുടെ ജീവിതവുമായി എന്നതുകൊണ്ടാണ്. ഒരുപക്ഷെ മലയാളത്തിൻ്റെ മനസ്സാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്ന് ശ്രീ പ്രഭാവർമ്മ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ എം ടി വാസുദേവൻ നായരുടെ കാര്യത്തിൽ ശരിയാണ്. 91 വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. ഒരു മനുഷ്യായുസ്സിൽ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം സാഹിത്യ ലോകത്തിന് വേണ്ടി, കലാലോകത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അങ്ങനെ അർത്ഥപൂർണമായ ഒരു ജീവിതചക്രം പൂർത്തിയാക്കിയാണ് എം ടി വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ കഥകളിലെ എല്ലാ കാലത്തും അദ്ദേഹത്തിൻ്റെ കഥകളിലെ നിശബ്ദ സാന്നിധ്യമായി, ഒരുപക്ഷെ മറഞ്ഞിരിക്കുന്ന ഒരു കഥാപാത്രമായി അദ്ദേഹം കാലത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കാലത്തിൻ്റെ യവനികയ്ക്കുള്ളിലേക്ക് എം ടി വാസുദേവൻ നായർ മറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുള്ളത് കാലത്തിന് മുന്നിൽ ഒരു സാക്ഷിയായി നിൽക്കുക എന്നതാണ് നമ്മുടെ മനുഷ്യൻ്റെ നിയോഗം. അതിൽ എഴുത്തുകാരൻ്റെ സവിശേഷമായ ദൗത്യം എന്നത് ആ കാലത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ്. ആ കാലഘട്ടത്തെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് മനുഷ്യൻ കടന്നു പോകുന്ന ദുർഘടമായ സന്ധികളെ, മനുഷ്യാവസ്ഥകളെ അത് വരികളിലേക്ക് പകർത്തുക എന്നതാണ് എഴുത്തുകാരൻ്റെ ദൗത്യം.